ഹായ് എവരിവൺ, ടെറാക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പെൻഡൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു പീസ് ക്ലേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ചെറിയൊരു കഷ്ണം ക്ലേ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിനെ സാധാരണ പരത്തിയെടുക്കുന്നത് പോലെ വിത്തൗട്ട് എനി ബാലൻസ് നമ്മൾ സൈഡിലൊന്നും വയ്ക്കണമെന്നില്ല. സാധാരണ പരത്തിയെടുക്കുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആയിരിക്കാൻ നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു 4-5 സ്റ്റിക്കുകൾ, പോപ്പ് സ്റ്റിക്കുകൾ ഞാൻ ഒന്നായിട്ട് കൂട്ടി ഒട്ടിച്ചതിന് ശേഷം ഈ രീതിയിൽ സ്കെയിലുകളാക്കി മാറ്റിയതാണ്. ഈ രീതിയിലുള്ള 2 സ്കെയിലുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഏകദേശം 0.6 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ് ഈ സ്കെയിലിന് ഉള്ളത്. ഈ രീതിയിലുള്ള 2 സ്കെയിലുകളാണ് നമ്മളിവിടെ അതിൻ്റെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് നമ്മളിതിനെ പരത്തിയെടുക്കാൻ പോകുന്നത്. ഈ രീതിയിലുള്ള സ്കെയിലുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് സ്ലാബ് പരത്തിയെടുക്കുമ്പോൾ യൂണിഫോം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പെൻഡൻ്റ് എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ മറ്റേ രീതിയിലാകുമ്പോൾ വേണ്ടത്ര എല്ലാ ഭാഗവും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു പരന്ന പ്രതലത്തോടു കൂടിയ എന്തെങ്കിലും ഒരു വസ്തുവോ, അല്ലെങ്കിൽ ഞാനിവിടെ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. സ്കെയിൽ 45 ഡിഗ്രി ചെരിച്ച് വെച്ചിട്ട് നമുക്ക് താഴെ ഡൗൺവേർഡ്സ് ആയിട്ട് നീക്കിയാൽ നമുക്ക് അതിൻ്റെ മുകളിലുള്ള എല്ലാ ക്രാക്കുകളും നീക്കിയെടുക്കാൻ കഴിയും. സ്ലാബ് കിട്ടും നമുക്ക്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ പെൻഡൻ്റ് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടാൻ സഹായിക്കും. ശേഷം ബാക്കി വരുന്ന ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ഇയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷേപ്പും നമ്മൾ ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. അതിനായിട്ട് ഇതിനെ അല്പം കൂടി പരുത്തി നീട്ടി അതിൻ്റെ തിക്നെസ് 0.3 to 0.4 ആക്കി മാറ്റി അതിൽ നമ്മൾ ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ക്ലേ നമുക്കൊരു പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കാം. ക്ലേ കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്ലേയുടെ സൈഡുകൾ നമുക്ക് ഫിനിഷിങ് കൊടുക്കാം. നന്നായിട്ട് സ്മൂത്തൻ ചെയ്യുക. അതിനുശേഷം പെൻഡൻറ്റിൻ്റെ മേലെ ഭാഗത്തിൽ കാണുന്ന പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളും നമുക്ക് സ്മൂത്തൻ ചെയ്തെടുക്കണം. ശേഷം നമ്മുടെ ഫിംഗർ പ്രിൻറ്റുകൾ അതിൽ പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്കെയിൽ യൂസ് ചെയ്തിട്ട് സ്മൂത്തൻ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിൽ ഇംപ്രഷൻസ് കൊടുക്കുകയാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അര-ഇഞ്ച് ഡിസ്റ്റൻസിലുള്ള ഒരു 3-4 വരകളാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു ടൂളിൽ നമ്മൾ എടുക്കുന്നു. ഈ ടൂളിന് ഈ കോർണർ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ സ്ട്രോ എടുത്തിട്ടുണ്ട്. ഈ സ്ട്രോ നമുക്ക് സർക്കിളായിട്ടുള്ള സ്ട്രോ നമ്മൾ അതിനെ ഇതുപോലെ സൈഡ് വേസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പെറ്റൽ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ആ രീതിയിലാണ് ഈ സ്ട്രോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഇംപ്രഷൻസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ബോൾ പെന്നിൻ്റെ അടിഭാഗം ആണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്.
എന്നിട്ട് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് വരുന്ന ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻസ് ലേശം കൂടി നല്ല ഇംപ്രഷൻ ആയിരിക്കും. ഇത് മറ്റൊരു രീതിയിൽ ഈ രീതിയിലുള്ള പെന്നുകളും അവൈലബിൾ ആണ്. പക്ഷേ അതിനെക്കാട്ടി നല്ലൊരു ഫിനിഷിങ് നമ്മൾ ഷാർപ്പായിട്ടുള്ള കൂടുതലുള്ള ബോൾ പെന്നിൻ്റെ ഭാഗം കൊണ്ട് നമുക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള സർക്കിൾ നമുക്ക് ഇംപ്രഷനായിട്ട് കൊടുക്കാൻ കഴിയും. അതിനുശേഷം അതിൻ്റെ തന്നെ ചെറിയ ഭാഗം യൂസ് ചെയ്തിട്ട് ആ വലിയ സർക്കിളിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇതുകൊണ്ട് ഒരു ഇംപ്രഷൻ കൊടുക്കാം. അതിൽ ചെറിയൊരു ഭാഗം ഞാൻ എക്സ്ട്രാ ആയിട്ട് തോന്നി അത് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. ഇവിടെ അതിനുശേഷം നമ്മൾ സ്റ്റിക്ക് ബീഡ്സ് ഫിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതിന് ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് അതിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഈ ഭാഗത്തായിട്ട് ഞാൻ സ്റ്റിക്ക് ബീഡ്സ് ഫിറ്റ് ചെയ്യുകയാണ്. സ്റ്റിക്ക് ബീഡ്സ് ഫിറ്റ് ചെയ്യുമ്പോൾ വല്ലാതെ അടുത്തടുത്ത രീതിയിൽ ചെയ്യാതെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ബിക്കോസ് അത് ഉണങ്ങുന്നതിനനുസരിച്ച് ചെറുതായി ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചുരുങ്ങുമ്പം ഈ ഗ്യാപ്പുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് അതിൻ്റെ സ്ഥാനം തെറ്റിയിട്ട് അത് പല രീതിയിലായി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ യു-പിൻ യൂസ് ചെയ്തിട്ട് ഹൂക്ക് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ടു 1.2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 യു-പിന്നുകൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് 1.2 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. നമ്മുടെ പെൻഡൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇയറിങ്സും റെഡിയാക്കിയിട്ടെടുക്കാം. പെൻഡൻറ്റിലുള്ള സെയിം ഇംപ്രഷൻസ് തന്നെയാണ് നമ്മൾ ഇയറിങ്സിലും കൊടുക്കുന്നത്.
അതിനുശേഷം ഇയറിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള യൂപ്പിന് നമ്മളിവിടെ ഫിക്സ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ പെൻഡൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇയറിങ്സും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക് യു.